എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഭാഗം മൾട്ടിപ്പിൾ ആൻഡ് പാർട്ട്. മൾട്ടിപ്പിൾ ആൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ മടങ്ങും ഭാഗവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം, അതായത് ഒരു സംഖ്യയുടെ 3 മടങ്ങും 2 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി. അതായത് 3 times a number and 2 times the same number added together make 100. മനസ്സിലായല്ലോ? അതായത് ഒരു സംഖ്യ, ഇപ്പൊ നമുക്ക് സംഖ്യ എക്സ് ആണെന്ന് വിചാരിച്ചു. ഒരു സംഖ്യ എന്താണ് ചോദ്യം? സംഖ്യയുടെ 3 മടങ്ങും 3 ടൈംസും അല്ലെ, അതായത് ഇതിന്റെ 3 ഇരട്ടിയും പിന്നെയോ ഇതിന്റെ 2 ടൈംസും 2 ഇരട്ടിയും തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങും പിന്നെയോ 2 മടങ്ങും കൂടി കൂട്ടി അങ്ങനെ വന്നപ്പോൾ എത്ര കിട്ടി? നമുക്ക് 100 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതാണ് സംഖ്യ. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര എഴുതാം? 3 ഇൻറ്റു എക്സ് അല്ലെ, 3 കൊണ്ട് ഗുണിക്കണം, അതായത് 3 ഇൻറ്റു എക്സ്. അപ്പൊ നമ്മൾ സംഖ്യയുടെ 3 മടങ്ങ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്തു? ഇതിന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x അല്ലെ, 2 ഇൻറ്റു എക്സ് 2x, 2 മടങ്ങ്. ഇവ തമ്മിൽ കൂട്ടിയപ്പോൾ കണ്ടില്ലേ? അപ്പൊ 3 മടങ്ങും 2 മടങ്ങും തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി എന്നാ പറഞ്ഞത്? 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? അപ്പൊ ഈ രൂപത്തിലാണ് നാം ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പൊ ശ്രദ്ധിച്ച് വായിക്കുക, ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ഇക്വേഷൻ എഴുതാൻ. നമുക്കറിയാം 3x + 2x എത്രയാണ്? 5x അല്ലെ. 3xും 2xും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5x. 5x = 100. അങ്ങനെയാണെങ്കിൽ x എന്ത് കിട്ടും? 100 ഇൻറ്റു 5 ഇവിടെ വരുമ്പോൾ /5 അല്ലേ. അപ്പോൾ 10ൽ 5 2 പ്രാവശ്യം പിന്നെ 0, അപ്പോൾ 20. അപ്പോൾ 20യുടെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 60 ആയി അല്ലേ. അപ്പോൾ 60 കിട്ടി നമുക്ക്. പ്ലസ് ഇനി 2 ഇൻറ്റു സംഖ്യ നമുക്ക് 20 കിട്ടി അല്ലേ. 2 ഇൻറ്റു 20 40 അല്ലേ. അപ്പോൾ 60ഉം 40ഉം കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ എത്ര കിട്ടും? 100 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 84ൽ 2 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ, the sum of 2 times a number and 7 times the same number is 27. What is the number? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സംഖ്യയുടെ 2 times 2 മടങ്ങും പിന്നെയോ 7 times 3 മടങ്ങും അല്ലെ, അവ തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 27 കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ചോദ്യം തന്നെ അല്ലെ. ഇവിടെ നോക്കിയേ, ഒരു സംഖ്യ, അപ്പൊ നമുക്ക് നമ്പർ സംഖ്യ ഏതാണെന്ന് വിചാരിച്ചു? എക്സ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്തു? അതിന്റെ 2 മടങ്ങും 2 ടൈംസ് അല്ലെ. അപ്പൊ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 മടങ്ങ് അല്ലെ. അപ്പൊ ഇതിന്റെ 2 ടൈംസ് 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 ഇൻറ്റു എക്സ് അല്ലെ. 2x ആണ് 2 ടൈംസ് എന്ന് പറഞ്ഞാൽ. പിന്നെയോ ഇതിന്റെ 7 മടങ്ങും അല്ലെ, 7 ടൈംസ്. അപ്പൊ 7 ടൈംസ് എന്ന് പറഞ്ഞാൽ 7 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7x അല്ലെ. എക്സിനെ 7 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഈ സംഖ്യയുടെ 2 ടൈംസ് 2 മടങ്ങാണ് 2x, 7 ടൈംസ് 7 മടങ്ങാണ് 7x അല്ലെ. അപ്പൊ ഇവ തമ്മിൽ കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 27 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് 2xും 7xും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി എന്നാ പറഞ്ഞത്? 27. അപ്പൊ ഈ സ്റ്റെപ്പ് നമ്മൾ എഴുതണമെന്നില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടി എഴുതിയെന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്പർ എക്സ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ 2 ടൈംസ് എന്ന് വെച്ചാൽ 2x പ്ലസ് 7 ടൈംസ് എന്ന് പറഞ്ഞാൽ 7x അല്ലെ. അപ്പൊ അവ തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് 27 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്ര അല്ലെ? നമുക്ക് നോക്കിയേ, 2xും 7xും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 7 2 9 അല്ലെ, 9x. അപ്പൊ 9x = 27, x = 27 ഇൻറ്റു 9 ആണ്. ഇവിടെ വരുമ്പോൾ /9 = 3. അതായത് നമ്പർ ഏതാണ്? നമ്പർ സംഖ്യ 3. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. 99 added to 12 times a number gives 20 times the number. ചോദ്യം നല്ലവണ്ണം വായിക്കുക. എന്താണ്? 99 added 99 ആഡ് ചെയ്തു കൂട്ടി ഏതിന്റെ കൂടെ? 12 times a number,
ഒരു സംഖ്യയുടെ 12 ടൈംസ് അല്ലെ 12 മടങ്ങിനോട് കൂടിയിട്ട് 99 കൂട്ടി. 99 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? ആ സംഖ്യയുടെ 21 മടങ്ങായി. 21 മടങ്ങ് കിട്ടി. അതായത് ഒരു സംഖ്യ, ഇപ്പൊ നമുക്ക് സംഖ്യ എക്സ് ആണെന്ന് വിചാരിച്ചു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ സംഖ്യയുടെ 12 മടങ്ങിനോട് അല്ലെ 12 ടൈംസിനോട്, അപ്പൊ 12 ഇരട്ടി. അപ്പൊ ഈ സംഖ്യയുടെ 12 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെ 12 കൊണ്ട് ഗുണിക്കണം അല്ലേ? അതായത് 12x. ശ്രദ്ധിച്ച് ചെയ്യാം. ഇതിന്റെ 12 മടങ്ങ് 12x. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 99 ആഡഡ് അല്ലെ 99 കൂട്ടി. അങ്ങനെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്നാ പറഞ്ഞത്? ഈ സംഖ്യയുടെ 21 ടൈംസ് 21 ഇരട്ടി കിട്ടി അല്ലെ? അപ്പൊ ഈ സംഖ്യയുടെ 21 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ 21 കൊണ്ട് ഗുണിക്കണം അല്ലെ? അതായത് 21x. അപ്പൊ 21x. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? ഇത് നമുക്ക് സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എന്ത് ചെയ്യണം നമ്മൾ? 12x പ്ലസ് 99 ഈക്വൽ 21x. അപ്പൊ ഇവിടെയും എക്സ് ഉണ്ട്, ഇപ്പുറത്ത് എക്സ് ഉണ്ട് അല്ലെ? രണ്ട് ഭാഗത്ത് എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എക്സിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരാം, എക്സ് ഇല്ലാത്ത സംഖ്യ നമുക്ക് വേറൊരു ഭാഗത്ത് കൊണ്ടുപോകാം അല്ലെ? ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 12x ആണ്, ഇവിടെ 21x ആണ് അല്ലെ? അപ്പൊ ഇവിടെ എക്സ് കൂടുതൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 12x ഉള്ളു അല്ലെ? അപ്പൊ ഈ 12x നമുക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാം, അങ്ങോട്ട് പോയിക്കോട്ടെ അത്. അപ്പൊ ഇവിടെ 99 ഇവിടെ തന്നെ നിന്നോട്ടെ. അപ്പോൾ നമ്മൾ 99 ഇവിടെ തന്നെ നമ്മൾ നിർത്തി. സീക്വൽ ടു ഇവിടെ വലുതായതുകൊണ്ട് അല്ലെ 21x ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ 21x നമ്മൾ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് ഈ ചെറിയ ആളെ നമ്മൾക്ക് അങ്ങോട്ട് പറഞ്ഞു വെച്ചു. അപ്പോൾ 12x അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? -12x ആയി. അത് ശ്രദ്ധിക്കണം, ചിഹ്നം മാറി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? 99 സീക്വൽ ടു 21x നിന്ന് 12x പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 9x അല്ലേ? അപ്പോൾ 99 ഈക്വൽ ടു 9x. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. 9x ഈക്വൽ ടു 99 അല്ലേ? ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. 9x ഈക്വൽ ടു 99. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു 99 99 ബൈ 9 അല്ലെ? ഇൻറ്റു 9 ബൈ 9 ഈക്വൽ ടു എന്ത് വന്നു? 9 9 ഒരു പ്രാവശ്യം, ഈ 9 9 ഒരു പ്രാവശ്യം അല്ലേ? അത് 99 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 11. അപ്പൊ സംഖ്യ ഏതായിരിക്കും? നമ്പർ സംഖ്യ ഈക്വൽ ടു 11. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും അല്ലേ? അതായത് 99 ഈക്വൽ ടു 9x. ഇങ്ങനെ മാറ്റണമെന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് എക്സ് നോക്കിയേ, 99 എന്ന് പറഞ്ഞാൽ 9x ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? 99നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പൊ 99 ബൈ ഇവിടെ ഇൻറ്റു 9 എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 9 ആയി അല്ലേ? ഇവിടെ ഇൻറ്റു 9 ആണ്, അത് സമചിഹ്നത്തിന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ബൈ 9 ആയി. സീക്വൽ ടു എക്സ്. അപ്പോൾ 99 ബൈ 9 എത്രയാണ്? 11. 11 സീക്വൽ ടു എക്സ്. ഇപ്പം എക്സിൻ്റെ വാല്യൂ 11. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടെന്ന് മാത്രം. ഇനി നമുക്ക് പേജ് നമ്പർ 85 രണ്ട് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. എ തേർഡ് ഓഫ് എ പീസ് ഓഫ് റോപ്പ് കട്ട് എവേ ലീവ്സ് 10 മീറ്റർ. വാട്ട് വാസ് ദി ഒറിജിനൽ ലെങ്ത്? അതായത് എ തേർഡ് ഓഫ് എ പീസ് ഓഫ് റോപ്പ് അല്ലെ? എ തേർഡ് എന്ന് പറഞ്ഞാൽ 1/3. അപ്പൊ 1/3 ഒരു കയറിന്റെ 1/3 ഭാഗം, ശ്രദ്ധിക്കുക, ഒരു കയറിന്റെ 1/3 ഭാഗം മുറിച്ച് കളഞ്ഞപ്പോൾ ബാക്കിയുള്ള ഭാഗത്തിന് എത്ര നീളമുണ്ട്? 10 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കയറിന്റെ ശരിക്കുള്ള നീളം എത്രയായിരുന്നു? ഇതാണ് ചോദ്യം. അപ്പൊ ഇതാണ് നമ്മുടെ കയറെന്ന് വിചാരിക്കുക. ഈ കയറിനെ 3 തുല്യ ഭാഗങ്ങളാക്കി അല്ലെ? ഈ ഭാഗങ്ങളാക്കിയതിൽ നിന്ന് ഒരു പീസ് മുറിച്ച് കളഞ്ഞു. അതായത് ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ പീസ് നമുക്ക് മുറിച്ചാളെന്ന് വിചാരിച്ചോ, ഈ പീസ് മുറിച്ച് കളഞ്ഞു. ബാക്കി ഇത്ര പീസേ ഉള്ളൂ അല്ലേ? അപ്പം നമുക്കറിയാം ഇതിനെ 3 ഭാഗങ്ങളാക്കുമ്പോൾ ഓരോ പീസ് എത്രയായിരിക്കും? ഇപ്പോൾ മൊത്തം നീളം, നമുക്ക് ഈ കയറിൻ്റെ മൊത്തം നീളം എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് നമുക്ക് ഒറിജിനൽ ലെങ്ത് ഓഫ് റോപ്പ് അത് എക്സ് ആണെന്ന് വിചാരിച്ചു. അതായത് കയറിൻ്റെ ആകെ നീളം നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും നീളം അല്ലേ, ഇതിൻ്റെ മൊത്തം നീളം നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, എക്സ് ആണ്. ഓക്കെ, ഇനി നോക്കിയാൽ ഇതിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയാലോ? ആക്കിയല്ലേ? അപ്പോൾ ഒരു പീസിൻ്റെ നീളം എത്രയായിരിക്കും? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ നീളം x/3. ഏതിൻ്റെ നീളം? ഇത്ര ഭാഗത്തിൻ്റെ നീളം x/3. ഇവിടെയും x/3,
ഇവിടെയും x/3 അല്ലേ? ഇത്രയും ഭാഗമാണ് നമ്മൾ മുറിച്ച് കളഞ്ഞത്. ഇനി ബാക്കി ഇത്ര പീസ് ഉണ്ട് അല്ലേ? ഇതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെ 10 മീറ്റർ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? നമുക്ക് 10 മീറ്റർ കിട്ടണം. അതായത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇപ്പോൾ x/3 പ്ലസ് ഈ x/3 ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? 10 കിട്ടണം. x/3 പ്ലസ് x/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഡിനോമിനേറ്റർ അല്ലെ, ഛേദം സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തമ്മിൽ നേരിട്ട് അങ്ങോട്ട് കൂട്ടി കൊടുക്കാം അല്ലെ. എക്സും കൂടി കൂട്ടിയാൽ എത്ര വരും? 2x ബൈ ഇവിടെ ഡിനോമിനേറ്റർ ഛേദം സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആക്കണം അല്ലെ. ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഈ 3 തന്നെ അതേ 3 തന്നെ നമ്മൾ എഴുതി. അപ്പോൾ 2x/3 = 10. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 2xന്റെ നീളം കണ്ടുപിടിക്കാം അല്ലെ. അപ്പോൾ 2x = എന്ത് വരും? 2x = ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? 10. അപ്പോൾ ഈ 3നെ ഡിവൈഡ് ചെയ്യുന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹരിക്കൽ ഗുണിക്കലായി മാറും അല്ലേ. അപ്പോൾ നമുക്ക് 10 × 3. അപ്പോൾ 2x = 10. ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ /3 × 3 ആയി. അപ്പോൾ എന്ത് വന്നു? 2x = 10 × 3 30. അങ്ങനെയാണെങ്കിൽ x എന്ത് വരും? x = 30 × 2 ഇങ്ങോട്ട് വരുമ്പോൾ /2. അപ്പോൾ 30/2 എത്രയാണ്? 15. x എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ ലെങ്ത് ഓഫ് റോപ്പ് അല്ലേ. അപ്പോൾ കയറിന്റെ ആകെ നീളം എത്രയാണ്? നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് റോപ്പ്. അതായത് കയറിന്റെ ആകെ നീളം എത്രയായിരുന്നു? 15 മീറ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഹാഫ് ദി മിൽക്ക് ഇൻ എ ക്യാൻ ആൻഡ് എ തേർഡ് ഓഫ് ദി റിമൈനിങ് വാസ് യൂസ്ഡ് അപ്പ് ആൻഡ് നൗ ദർ ഈസ് 5 ലിറ്റർ റിമൈനിങ്. ഹൗ മെനി ലിറ്റേഴ്സ് ഡിഡ് ഇറ്റ് ഒറിജിനലി കണ്ടെയ്ൻ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു പാത്രത്തിൽ ആ പാത്രത്തിലുള്ള പാലിന്റെ ഹാഫ് അല്ലെ, പകുതി ഭാഗം, ശ്രദ്ധിക്കുക, പകുതി ഭാഗവും പിന്നെ അതിൽ ബാലൻസ് ഉള്ള പാലിന്റെ തേർഡ് അല്ലെ, അതായത് 1/3, 1/3 ഭാഗവും ഉപയോഗിച്ചു അല്ലെ. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എത്ര പാലുണ്ട്? ആ പാത്രത്തിൽ 5 ലിറ്റർ പാല് ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാത്രത്തിൽ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു? ഇതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതേപോലെ ചെറിയൊരു ഫിഗർ വരച്ചു നോക്കാം. അപ്പം നമുക്ക് നോക്കിയാൽ ഒരു പാത്രം അല്ലേ. അപ്പോൾ നമ്മൾ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ തലയും കുത്തിക്കേണ്ടി വരും. അപ്പോൾ ഒരു പാത്രം, ഈ പാത്രത്തിലെ പാലിന്റെ പകുതി ഭാഗം ആദ്യം ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം പകുതി, ഇത് പകുതിയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ആദ്യം ഉപയോഗിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഈ ബാക്കി ഇത്രയും പാലുണ്ടല്ലോ, ഈ പാലിൽ നിന്ന് പാലിന്റെ 1/3 ഭാഗവും ഉപയോഗിച്ചു. അപ്പോൾ ഇതിനെ നോക്കിയാൽ 3 ഭാഗമാക്കിയാൽ ഇപ്പോൾ 3 ഭാഗമാക്കിയാൽ ഇതിൽ ഇത് ആദ്യം ഉപയോഗിച്ചു, പിന്നെ ഇത്രയും ഭാഗവും ഉപയോഗിച്ചു. അങ്ങനെ വന്നപ്പോൾ ബാക്കി എത്ര പാലുണ്ടെന്നാണ് പറഞ്ഞത്? ബാക്കിയുള്ള പാലിന്റെ അളവ് എത്രയാണ്? 5 ലിറ്റർ പാലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാത്രത്തിൽ മൊത്തം എത്ര പാലുണ്ടായിരുന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാത്രത്തിൽ ആകെ ഉണ്ടായിരുന്ന പാലിന്റെ അളവ് x ആണെന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? അതായത് മൊത്തം, അതായത് ഈ അറ്റം മുതൽ ഈ പാത്രത്തിൽ ഫുള്ള് എത്ര പാലുണ്ട്? x ലിറ്റർ പാലുണ്ട്. x ലിറ്റർ. അപ്പൊ നമുക്ക് എഴുതാം ഒറിജിനൽ അല്ലെ, ഒറിജിനൽ amount of milk in the can. അതായത് പാത്രത്തിൽ ഉണ്ടായിരുന്ന പാലിന്റെ അളവ് അത് നമ്മൾ എന്ത് വിചാരിച്ചു? x ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് മൊത്തം പാലിന്റെ അളവ്. അപ്പൊ അതിൽ പകുതി ഭാഗം ഉപയോഗിച്ചു കഴിഞ്ഞല്ലോ. ഇനി ബാക്കി ഈ പാല്, ഈ അളവ് എത്രയാണ്? ഹാഫ് അല്ലെ. അതായത് ഇത്രയും ഭാഗം x/2 അല്ലെ. ഇത് മൊത്തം പാലിന്റെ അളവ് x ആണെങ്കിൽ ഇതിൽ പകുതി ഭാഗം എത്രയായിരിക്കും? എക്സിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും അല്ലെ. അത്രയായിരിക്കും ഈ പാലിന്റെ അളവ്, ഇതിൽ ഈ ബാക്കിയുള്ള ഇത്രയും പാലിന്റെ അളവ്. ഇനി എന്ത് ചെയ്തു? ഇതിന്റെ 1/3 ഭാഗം കൂടി ഉപയോഗിച്ചു അല്ലെ. അപ്പൊ ഈ x/2 ആണ് ഈ പാലിന്റെ അളവ്. ഈ പാലിന്റെ അളവിൽ നിന്ന് 1/3 ഭാഗം, അതായത് ഈ ഭാഗം ഉപയോഗിച്ചു. ഇപ്പോൾ ഉപയോഗിച്ച് പാലിന്റെ അളവ് എത്രയായിരിക്കും?
മൊത്തം ഈ അളവ് x/2 അതിൻ്റെ 1/3 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, x/2 ശ്രദ്ധിക്കുക, ഈ അളവ് ഇതിലുള്ള പാൽ, ഇപ്പോൾ ഉള്ള പാല് ഹാഫ് പാൽ എന്ന് പറഞ്ഞാൽ x/2 ആണ്, അതിൻ്റെ 1/3 അല്ലേ. അത് നമ്മൾ എങ്ങനെ കാണാം, ഇൻറ്റു 1/3 അല്ലേ. ഇത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ x/2ൻ്റെ 1/3 അതാണ് ഈ അളവ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, x/6. അപ്പോൾ x/6 എന്ന് പറഞ്ഞാൽ എന്താണ്, x/6 എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം x/6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പാലിൻ്റെ അളവ് x/2 ആണ്, ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ള പാലിൻ്റെ അളവ് x/6 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പാല്, ഇത്രയും പാൽ എത്ര ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 5 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇവിടെ മുതൽ ഈ ഇത്രയും പാലിൻ്റെ അളവ് 5 ലിറ്റർ ആണ്. 5 ലിറ്റർ ഏതളവ്, ഇത്രയും പാലിൻ്റെ അളവ് 5 ലിറ്റർ. അതായത് ഈ മൊത്തം പാല് x/2, അതിൽ നിന്ന് ഇത്രയും പാല് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 ലിറ്റർ കിട്ടും. മനസ്സിലായില്ലേ? ഇവിടെയുള്ള ഈ മൊത്തം പാൽ എത്രയാണ്, x/2 ആണ്. അതിൽ നിന്ന് നമ്മൾ ഇത്ര പാൽ ഉപയോഗിച്ചില്ലേ, അതെത്രയാണ്, x/6. അപ്പോൾ x/6 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും കിട്ടുക, ഈ അളവ് പാലാണ് അല്ലേ. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 5 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈ അളവ് x/2 ആണ്. അപ്പോൾ x/2 അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഈ ഉപയോഗിച്ച പാൽ അല്ലേ, ഉപയോഗിച്ച പാൽ എത്രയാണ്, x/6. അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര പാലുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ 5 ലിറ്റർ പാലുണ്ട്, 5. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എളുപ്പം ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. കാരണം എന്താ, ഇതിന്റെ ഡിനോമിനേറ്റർ ഛേദങ്ങൾ സെയിം അല്ല അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് എന്ത് വേണം, ഛേദങ്ങൾ സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം, ഇത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഛേദങ്ങൾ സെയിം അല്ലെങ്കിൽ നമ്മൾ സെയിം ആക്കണം അല്ലേ. ഇപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ 2, ഇവിടെ 6. നമുക്ക് ഈ 2നെ 6 ആക്കാൻ പറ്റില്ലേ, പറ്റും. എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 6 ആകുന്നത് അല്ലേ. അങ്ങനെയാണ് ഇവിടെ ചെയ്യുമ്പോൾ അതേ കാര്യം നമ്മൾ ഇവിടെയും ചെയ്യണ്ടേ, നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും, x/3 എന്ന് പറഞ്ഞാൽ 3x ബൈ 2 × 3 6. അപ്പോൾ നമ്മൾ x/2നെ 3x/6 എന്ന് മാറ്റി എഴുതി, മൈനസ് x/6. ഓക്കെ, ഇപ്പോൾ 3x/6 മൈനസ് x/6 എത്രയാണെന്ന് അറിയാം നമുക്ക്, 5 ലിറ്റർ അല്ലേ, 5. ഇനി നമുക്ക് എളുപ്പം ചെയ്യാം അല്ലേ. 3xൽ നിന്ന് ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി നമുക്ക് 3xൽ നിന്ന് 1x കുറച്ച് എത്രയാണ്, 2x. അപ്പോൾ 2x/6 = 5. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 2xന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 2x = എന്ത് ചെയ്താൽ മതി, ഈ 5 ഇവിടെ ഉണ്ട്, 5 അതേപോലെ എഴുതി, ബാക്കി എന്ത് വേണം, /6. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ×6 അല്ലേ. അപ്പോൾ 2x = 5 × 6 30. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ എത്ര വരും, x = 30/2 അല്ലേ. 30/2 = 15. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, ഒറിജിനൽ എമൗണ്ട് ഓഫ് മിൽക്ക് ഇൻ ദി ക്യാൻ, അതായത് ഈ നമ്മുടെ പാത്രത്തിലുള്ള പാലിൻ്റെ ആകെ അളവ് എത്രയായിരിക്കും, 15 ലിറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.